ആരാണോ ചെറിയ ഒരു നന്മ ചെയ്യുന്നത്, ആ നന്മയെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ കണ്ടുമുട്ടാൻ പോവുകയാണ്. അതിന് അള്ളാഹു പ്രതിഫലം നൽകാൻ പോവുകയാണ്. ഇനി ഒരാൾ തിന്മ ചെയ്യുന്നുണ്ട്, അത് ചെറുതായാലും ശരി വലുതായാലും ശരി, അള്ളാഹു അതിനുള്ള ശിക്ഷയും നാളെ നൽകും. മഹാനായ അബൂ ഹനീഫ ഇമാം അള്ളാഹുവിനോട് ഈ പരിശുദ്ധമായ സൂറത്ത് ഓതി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, നന്മ ചെയ്താൽ അത് കാണുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന റബ്ബേ, എന്റെ നന്മയെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. തിന്മ ചെയ്താൽ അതിന്റെ പേരിൽ ശിക്ഷ നൽകുന്ന റബ്ബേ, എന്റെ എല്ലാ തിന്മകളും എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് മഹാനായ അബൂ ഹനീഫ ഇമാം കരഞ്ഞുകൊണ്ട് ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബഹി വരെയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്തത്. അപ്പൊ എല്ലാം നാളെ കണ്ടുമുട്ടാൻ പോവാണ്. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നമ്മുടെ നന്മയും തിന്മയും നാളെ കണക്കാക്കുന്നത് മഹ്ശറയിലാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണോ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗ്ഗത്തിന്റെ സുഖങ്ങൾ ആസ്വദിക്കുന്നത്, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്നവരാരാണ്? അവരാണ് വിജയി. നമ്മൾക്ക് അങ്ങനെയുള്ള വിഭാഗത്തിലാണ് ഉൾപ്പെടേണ്ടത്. നമ്മുടെ ലക്ഷ്യം അതാണ്. فمن زحزح عن النار وأدخل الجنة فقد فاز. ആരാണോ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്നത്, അവരാണ് വിജയി. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് അങ്ങനെയാണ്. അള്ളാഹുവേ, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്യേണ്ടത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം നൽകണേ അല്ലാഹ്. ഹിസാബില്ലാത്ത അദാബില്ലാത്ത സ്വർഗം നൽകണേ അല്ലാഹ്. ഹിസാബും വേണ്ട, അദാബും വേണ്ട, അങ്ങനൊരു സ്വർഗം അല്ലാഹു നമ്മൾക്ക് നൽകട്ടെ. മരിച്ചു പോകുന്ന മയ്യത്ത്, നമ്മളൊക്കെ മരിച്ചുപോയി എന്ന് സങ്കല്പിക്കണം. മരണപ്പെട്ടു പോയ നമ്മെ എല്ലാവരും നമ്മുടെ ചുറ്റും ഒരുമിച്ച് കൂടുന്നുണ്ട്. ഒരു വെള്ള തുണിയിൽ നമ്മുടെ ശരീരം ഇങ്ങനെ ഒരു കട്ടിലിൽ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ മരിച്ചത് ഇങ്ങനെ വീട്ടിലെ ഒരു കട്ടിലിൽ ഇങ്ങനെ എന്നെ കിടത്തിയിട്ടുണ്ട്. വെള്ള തുണി, നമ്മുടെ ചുരിദാറും നമ്മുടെ പാൻസും തുണിയും ഒക്കെ ചേഞ്ച് ചെയ്ത് ഒരു വെള്ള തുണി നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉപ്പയുണ്ട്, തൊട്ടപ്പുറത്തുനിന്ന് കരയുകയാണ്, ഉമ്മ കരയുകയാണ്, ഭാര്യ കരയുകയാണ്, മക്കൾ കരയുകയാണ്. നമ്മൾ ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, മിണ്ടാൻ കഴിയുന്നില്ല, കരയാൻ കഴിയുന്നില്ല. എല്ലാവരും ഞങ്ങളുടെ ചുറ്റുഭാഗത്തിലൂടെ ഇങ്ങനെ നടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലരും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പല മയ്യത്തിനെയും കണ്ടിട്ടുണ്ടാകും. ഇന്ന് മയ്യത്തിനെ കാണില്ല, നമ്മൾ മയ്യത്തായിരിക്കുകയാണ്. അല്ല, ഇതുവരെ നമ്മൾ മയ്യത്ത് കണ്ടിട്ടേ ഉള്ളൂ, ഇന്നിപ്പോൾ നമ്മൾ മയ്യത്തായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഓരോ ആളുകൾ ഇങ്ങനെ വരുന്നതും നമ്മുടെ മുഖത്തിന്റെ തുണിയൊന്നിങ്ങനെ പൊക്കി മുഖം നോക്കി തിരിച്ചു പോകുന്നതും, അങ്ങനൊരു സന്ദർഭം നമ്മൾക്കുണ്ടായി. എന്നിട്ട് നമ്മുടെ മയ്യത്തിനെ കുളിപ്പിക്കുകയാണ്. എല്ലാം നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ മക്കൾ നമ്മെ കുളിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമില്ലാത്ത ആളുകൾ വന്ന് നമ്മുടെ ശരീരത്തെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കുകയാണ്. അനങ്ങാനോ തിരിയാനോ നമ്മൾക്ക് കഴിയുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല. സംസാരിക്കണമെന്നുണ്ട്. ശരീരത്തെ ചെരിച്ചു കിടത്തുന്നുണ്ട്, വെള്ളമൊഴിക്കുന്നുണ്ട് വലതുഭാഗത്തേക്ക് ഇടതുഭാഗത്തേക്ക്, എന്നിട്ട് വുളൂ ചെയ്യിപ്പിക്കുന്നുണ്ട്, പല്ല് തേക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ അവരിങ്ങനെ ഞെക്കിക്കൊണ്ട് കളയുന്നുണ്ട്. എല്ലാം അവർ ചെയ്യുന്നുണ്ട്. നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. എന്നിട്ടൊരു 3 കഷ്ണം തുണി കൊണ്ടുവന്ന് നമ്മുടെ ശരീരത്തെ അവർ കഫൻ ചെയ്യുന്നുണ്ട്. ആ കഫൻ ചെയ്ത് ജനാസ നമ്മുടെ മയ്യത്ത് കട്ടിലിലേക്ക് വെച്ച് ആളുകളെല്ലാം മയ്യത്ത് കട്ടിലുമായി ഖബറിലേക്ക് നടന്നു പോകുന്ന രംഗമൊന്ന് ഓർത്തു നോക്ക്. വീട്ടിൽ നിന്ന് വിട പറയുകയാണ്. അണപൊട്ട് കരയുന്ന ഉമ്മ, വേർപാടിന്റെ നൊമ്പരം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഭാര്യ, പിതാവിന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന മക്കൾ, ഇങ്ങനെ എല്ലാവരും കരയുന്ന സമയത്ത് മയ്യത്തുകട്ടിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ അള്ളാഹു നമ്മെ വിളിക്കുന്നുണ്ട്, അബ്ദീ അബ്ദീ, അടിമകളെ
ത്വഹർത മൻളറൽ ഖൽഖി സിനീൻ. എത്ര വർഷമാണ് നീ നിന്റെ ശരീരത്തെ മിനുക്കിയത്? എത്ര വർഷമാണ് നിന്റെ ശരീരത്തെ നീ ശുദ്ധീകരിച്ചത്? എത്ര വർഷമാണ് നിന്റെ ശരീരത്തെ നീ മോഡിഫൈ ചെയ്തത്, ഭംഗിയാക്കിയത്? നിന്റെ ഡ്രസ് കോഡ്, നിന്റെ കോസ്റ്റ്യൂംസ്, അതുപോലെ തന്നെ നിന്റെ ശരീരത്തെ മിനുക്കാൻ, നിന്റെ മുഖത്തെ മിനുക്കാൻ, നിന്റെ വസ്ത്രങ്ങളെ അലങ്കരിക്കാൻ, നിന്റെ വീടിനെ മിനുക്കാൻ എത്ര വർഷമാണ് നീ സമയം ഉപയോഗിച്ചത്? അബ്ദീ ത്വഹർത മൻളറൽ ഖൽഖി സിനീൻ. പക്ഷേ അതെല്ലാം ജനങ്ങൾ ശ്രദ്ധിക്കുന്ന സ്ഥലമായിരുന്നു. നമ്മുടെ മുഖം അല്ലാഹു നമ്മുടെ മുഖത്തേക്കല്ല നോക്കുന്നത്, ജനങ്ങളാണ് നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നത്, അല്ലേ? നമ്മുടെ വീട്, അല്ലാഹു നമ്മുടെ വീടിലേക്ക് നോക്കുന്നില്ല, ജനങ്ങളാണ് നമ്മുടെ വീട് നോക്കുന്നത്. നമ്മുടെ വാഹനം, അല്ലാഹു വാഹനത്തിലേക്ക് നോക്കുന്നില്ല, ജനങ്ങളാണ് വാഹനത്തിലേക്ക് നോക്കുന്നത്. നമ്മുടെ വസ്ത്രം അല്ലാഹു നോക്കുന്നില്ല, ജനങ്ങളാണ് വസ്ത്രം നോക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് നമ്മൾ ചെലവഴിച്ചത് നല്ല വസ്ത്രം വാങ്ങാനാണ്, നല്ല വീടെടുക്കാനാണ്, നല്ല വാഹനം വാങ്ങാനാണ്. നമ്മുടെ ശരീരത്തെ, നമ്മുടെ മുഖത്തെ മിനുക്കിയെടുക്കാൻ വേണ്ടി എത്രയോ സമയം നമ്മൾ ചെലവഴിച്ചിട്ടില്ലയോ? അതാണ് അല്ലാഹു ചോദിക്കുന്നത്. അബ്ദീ, എന്താ ഇപ്പോ എന്തു പറ്റി ഇപ്പോൾ ജനങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന സ്ഥലങ്ങളെ ശുദ്ധീകരിക്കാനും മനോഹരമാക്കാനും എത്ര കാലമാണ് നീ ഇങ്ങനെ പരിശ്രമിച്ചത്, പ്രയാസപ്പെട്ടത്? എത്ര കാലം? എന്നാൽ ഞാൻ ശ്രദ്ധിക്കുന്ന നിന്റെ സ്ഥലമുണ്ട്, ഞാൻ വീക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു സെക്കൻഡ് പോലും അത് ശുദ്ധീകരിക്കാൻ നീ സമയം കണ്ടെത്തിയില്ലല്ലോ. എവിടേക്ക് അല്ലാഹു നോക്കുക? അല്ലാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും. നിങ്ങളുടെ ബോഡി ഫിറ്റ്നസ് അല്ലാഹുവിന് കാണേണ്ടതില്ല. നിങ്ങൾ നല്ല ബോഡി ബിൽഡർ ആണോ, നിങ്ങളുടെ സ്ലിം ബ്യൂട്ടിയോ ഒന്നും റബ്ബിന് കാണേണ്ടതില്ല. നിങ്ങളുടെ മുഖത്തിന്റെ ഭംഗിയോ ശരീരത്തിന്റെയോ വസ്ത്രത്തിന്റെയോ ഭംഗി അല്ലാഹുവിന് കാണേണ്ടതില്ല. എന്ന് വെച്ച് അതൊക്കെ ഇങ്ങനെ അയച്ചു വിടണം എന്നല്ല. നല്ല ഭംഗിയിൽ നടക്കുക, നല്ല സൗന്ദര്യത്തിൽ നടക്കുക, ബോഡിയൊക്കെ നല്ല ഫിറ്റ്നസോടെ നടക്കുക, അതൊക്കെ ദീനിന്റെ ഭാഗമാണ്. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറും മിനൽ മുഅ്മിനിൽ ളഈഫ്. ആരോഗ്യമുള്ള മുഅ്മിനാണ് ബലഹീനനായ മുഅ്മിനിനേക്കാളും നല്ലത്. നല്ല ആരോഗ്യമുള്ള മുഅ്മിനാണ് ബലഹീനനായ മുഅ്മിനിനേക്കാളും നല്ലത്. നല്ല ആരോഗ്യമുണ്ടെങ്കിൽ നന്നായി നിസ്കരിക്കാം, നന്നായി ഖുർആൻ ഓതാം, നന്നായി അല്ലാഹുവിനെ ആരാധിക്കാം. നേരെ മറിച്ച് രോഗിയാണെങ്കിലോ അയാൾക്ക് കുറെ നിസ്കരിക്കാനൊന്നും കഴിയില്ല. കുറച്ച് നിസ്കരിക്കുമ്പോൾ ടയർഡാവും, കുറച്ച് ഓതുമ്പോൾ ടയർഡാവും, രാത്രി എണീറ്റ് നിസ്കരിക്കാൻ കഴിയില്ല. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. നല്ല ആരോഗ്യമുള്ള ദൃഢഗാത്രനായ മാനസികമായ ശാരീരികമായ കരുത്തുള്ള ബോഡി ഫിറ്റ്നസ് ഉള്ള യുവാവിനെയാണ്, യുവതിയെയാണ് അല്ലാഹുവിന് ഇഷ്ടം. അവനാണ് നല്ലത് ബലഹീനനായ മുഅ്മിനിനേക്കാളും. ആരോഗ്യം ശ്രദ്ധിക്കണ്ട എന്നല്ല, ആരോഗ്യം ശ്രദ്ധിക്കണം, അത് ദീനിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ അല്ലാഹു നമ്മുടെ ആരോഗ്യമല്ല നോക്കുന്നത്, അല്ലാഹു നോക്കുന്നത് ഹൃദയത്തെയാണ്. ഒരു സെക്കൻഡ് പോലും ഞാൻ ശ്രദ്ധിക്കുന്ന സ്ഥലം നിങ്ങൾ മനോഹരമാക്കാനോ ശുദ്ധീകരിക്കാനോ സംസ്കരിക്കാനോ സമയം കണ്ടെത്തിയില്ലല്ലോ എന്ന് അല്ലാഹു മരിച്ച മയ്യിത്തിനെ ജനാസയിൽ വെച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലാഹു നമ്മോട് ചോദിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടൊക്കെ ചോദിക്കാൻ. അബ്ദി, എന്റെ മനുഷ്യ, അല്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന സ്ഥലങ്ങളൊക്കെ മിനുക്കുന്നത്? അവരാണോ നിങ്ങളുടെ ചെലവേറ്റെടുത്തത്? നിങ്ങൾക്ക് ആരോഗ്യം തന്നത് അവരാണോ? സൗന്ദര്യം തന്നത് അവരാണോ? സമ്പത്ത് തന്നത് അവരാണോ? നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം വരെ, നിങ്ങളുടെ ഓരോ നീക്കുപോക്കും അല്ലാഹുവിന്റെ കൈകളിലാണ്. പിന്നെ എന്തിനാ അവർക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാനല്ലേ ഇതൊക്കെ തരുന്നത്, അപ്പൊ എനിക്ക് വേണ്ടിയല്ലേ നിങ്ങൾ കഷ്ടപ്പെടേണ്ടത്? അതുകൊണ്ട് എൻ്റെ ഇവിടെ കൂടിയിരിക്കുന്ന മുഅ്മിനീങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, അല്ലാഹു ശ്രദ്ധിക്കുന്ന സ്ഥലം നമ്മുടെ ഹൃദയമാണ്. അല്ലാഹു ശ്രദ്ധിക്കുന്നത് ഹൃദയമാണ്. അപ്പൊ ഇവിടെ ആദ്യം ശുദ്ധീകരിക്കുക. ഇതൊക്കെ വേണം, വേണ്ടെന്നല്ല, ആദ്യം ഇവിടെ ശുദ്ധീകരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.
ഹൃദയത്തെ ശുദ്ധീകരിക്കണം. അല്ലാഹു നാളെ ചോദിക്കും, ഞാൻ നോക്കുന്ന സ്ഥലം, ഞാൻ ശ്രദ്ധിക്കുന്ന സ്ഥലം, ഞാൻ വീക്ഷിക്കുന്ന സ്ഥലം എന്തേ നീ ശുദ്ധീകരിക്കാത്തത്? അപ്പോൾ അല്ലാഹുവിനോട് മറുപടി പറയാൻ നമ്മൾക്ക് കഴിയണം, അല്ലാഹുവേ നീ ശ്രദ്ധിക്കുന്ന സ്ഥലം ഞാൻ ശുദ്ധീകരിച്ചിട്ടുണ്ട്. എങ്ങനെ? വഅലിന്റെ സദസ്സിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള വഴിയാണ് പരിശുദ്ധമായ ഖുർആൻ നന്നായി പാരായണം ചെയ്യുക എന്നുള്ളത്. നന്നായി ഖുർആൻ ഓതുക, ഹൃദയം ശുദ്ധീകരിക്കാൻ എളുപ്പമാണിത്. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസം ഒരു ജുസ് ഖുർആൻ ഓതി ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഒരു ജുസ് ഇന്നത്തെ ദിവസം ഖുർആൻ ഓതിയവർ? ആരുമില്ല. അൽഹംദുലില്ലാഹ്. ഒരാള്, രണ്ടാള്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിനോട് പരാതി പറയുന്നുണ്ട്, അല്ലാഹുവേ എൻ്റെ സമുദായം ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞുവല്ലോ റബ്ബേ. ഒരു ദിവസം ഒരു ജുസ് പാരായണം ചെയ്യാത്തവർ, ഒരു മാസത്തിൽ ഒരു ഖത്തം ഓതി തീർക്കാത്തവർ, ഒരു മാസത്തിൽ ഒരു ഖത്തം ഓതി തീർക്കാത്തവർ, ഒരു മാസത്തിൽ ഒരു ഖത്തം എന്ന് പറഞ്ഞാൽ 30 ജുസ് 30 ദിവസത്തിൽ ഓതി തീർക്കാത്തവർ പരിശുദ്ധമായ ഖുർആനിനെ അവഗണിച്ച് കളഞ്ഞവരിൽ ഉൾപ്പെടുമെന്നാണ്. ഖുർആനിനെ അവഗണിച്ച് കളഞ്ഞവരിൽ ഉൾപ്പെടുമെന്നാണ്. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ എൻ്റെ സമുദായം ഈ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞുവല്ലോ എന്ന് അല്ലാഹുവിനോട് പരാതി പറയുന്നുണ്ട്. ഇതിന്റെ വിശദീകരണത്തിൽ മഹാന്മാർ പറയുന്നത്, ഒരു മാസത്തിൽ ഒരു ഖത്തം ഓതി തീർക്കാത്ത ആളുകൾ പരിശുദ്ധമായ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞവരാണ്. ഒരു മാസത്തിൽ ഒരു ഖത്തം ഓതി തീർക്കാത്തവരെ ഭൂരിഭാഗം ഇവിടെ അല്ലേ? നമ്മൾ അല്ലാഹുവിനോട് പറയും, എൻ്റെ ഹൃദയം ഞാൻ ശുദ്ധീകരിച്ചു എന്ന്. ഖുർആൻ ഓതാത്തവന്റെ ഹൃദയം എങ്ങനെ ശുദ്ധിയാവാനാണ്? ഖുർആൻ പാരായണം ചെയ്യാത്തവന്റെ ഹൃദയം എങ്ങനെ ശുദ്ധിയാവാനാണ്? ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, ചെവി തുറന്നു കേൾക്കണം. നമ്മൾ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, തറക്തു ഫീകും അംറൈൻ, ഞാൻ നിങ്ങൾക്ക് 2 കാര്യം ഏൽപ്പിച്ചു പോവുകയാണ്. 2 കാര്യം ഞാൻ നിങ്ങൾ ഏൽപ്പിച്ചു പോവാണ്. കാസർഗോഡ് പോകുമ്പോൾ ഞാൻ നിങ്ങൾ 2 കാര്യം ഏൽപ്പിച്ചു പോവാണ്. ഇനി അടുത്തൊരു തവണ നിങ്ങളെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ? തറക്തു ഫീകും അംറൈൻ, 2 കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോവുകയാണ്. ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ, ആ 2 കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ പരാജയപ്പെടൂല. 2 കാര്യം നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ പരാജയപ്പെടൂല. അതെങ്ങാനും നിങ്ങൾ കൈവിട്ടാൽ തോറ്റുപോകും, പരാജയപ്പെട്ടു. 2 കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഏതൊക്കെയാണ് 2 കാര്യം? 2 കാര്യം ഏതൊക്കെയെന്നറിയോ? ഏതൊക്കെ 2 കാര്യം? ഒന്ന് ഖുർആനാണ്, 2 പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്. ഇതൊക്കെ ഒന്ന് ഖുർആനാണ്, 2 സുന്നത്താണ്. ഈ 2 കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് തന്ന് ഞാൻ പോവുകയാണ്, തിരിച്ചു പോവാണ്. ഇനി ഞാൻ വരുന്നില്ല, നിങ്ങളെ ഏൽപ്പിച്ചു പോവാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സൂക്ഷിപ്പ് മുതലിനെ വളരെ ഭംഗിയോടെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ കൈകളിൽ നിന്നത് വഴുതി പോവാൻ പാടില്ല, മുറുക്കെ പിടിക്കേണ്ടതുണ്ട്. നമ്മുടെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കേണ്ടതുണ്ടവയെ. അങ്ങനെ പരിശുദ്ധമായ ഖുർആൻ, 1 ഖുർആനാണ്, 2 അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തുകളാണ്. ഈ ഖുർആൻ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ സഹായം നമ്മൾക്കുണ്ടാവും. ഖുർആൻ മുറുകെ പിടിക്കുന്ന കാലത്തോളം അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവും. ഖുർആൻ മുറുകെ പിടിക്കാന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഖുർആനാണ് സങ്കല്പിക്കുക, ഞെക്കി പിടിക്കലാണ്. എന്താ ഖുർആൻ മുറുകെ പിടിക്കാന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ മുറുക്കി പിടിച്ചാല
എന്താ ഈ ഖുർആൻ മുറുകെ പിടിക്കാന്ന് പറഞ്ഞാൽ എന്താണ്? അത് പാരായണം ചെയ്യലാണ്. ഖുർആനിൽ അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ വിഷയങ്ങൾ ജീവിതത്തിൽ പകർത്തലാണ്. ഖുർആൻ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരമായി ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക. ഹൃദയം ശുദ്ധിയാവും. അല്ലാഹു നോക്കുന്നത് എവിടേക്ക്? അള്ളാഹു നോക്കുന്നത് എവിടേക്കാണ്? ഹൃദയത്തിലേക്ക്. ഹൃദയം ശുദ്ധിയാവാൻ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുക. അപ്പൊ അള്ളാഹു ചോദിക്കും, ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് നോക്കി, നീ ശുദ്ധീകരിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ റബ്ബേ. എപ്പോ? ഞാൻ ഖുർആൻ ഓതിയത് ഹൃദയം ശുദ്ധീകരിക്കാനാണ്. മാഷാ അല്ലാഹ്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ നന്നായി പാരായണം ചെയ്യണം. അള്ളാഹു ശ്രദ്ധിക്കുന്ന ഹൃദയത്തെ സംസ്കരിക്കാനാണത്. പരിശുദ്ധമായ ഖുർആൻ ഓതുന്ന ആളുകൾക്ക് ശാരീരികമായ മാനസികമായ കരുത്തുണ്ടാകുമെന്നാണ്. മാനസികമായ ടെൻഷനോ ഡിപ്രഷൻ ഒന്നും ഉണ്ടാവില്ല ഖുർആൻ ഓതുന്ന ആളുകൾ. സ്ഥിരമായിട്ട് ഖുർആൻ ഓതേണ്ട സമയം ഞാൻ പറഞ്ഞു തരാം. ഖുർആൻ ഓതേണ്ട സമയം ഞാൻ പറഞ്ഞു തരാം. ഹൃദയം ശുദ്ധീകരിക്കാനുള്ള രണ്ടാമത്തെ വഴിയാണ്. ഹൃദയം ശുദ്ധീകരിക്കാനുള്ള രണ്ടാമത്തെ വഴിയാണ് ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കരിക്കുക. സ്ഥിരമായിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾ സ്ഥിരമായിട്ട് തഹജ്ജുദ് 2 3 4 മതി. ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഹൃദയം ശുദ്ധീകരിക്കാനുള്ള കാരണമാണ്. ഹൃദയം ശുദ്ധീകരിക്കാനുള്ള വഴിയാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നത്. ഇനി ഞാൻ പറയട്ടെ, ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്കൊക്കെ തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട് ഇല്ലേ? എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമില്ലാത്തൊരാളുണ്ടാവില്ല. ആഗ്രഹിക്കാൻ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ അല്ലേ? തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ സദസ്സിൽ? ഉണ്ടാവില്ല. എന്തായാലും ഉണ്ടാവില്ല. ആഗ്രഹിക്കാൻ ഇപ്പൊ ക്യാഷ് ഒന്നും ചെലവില്ലല്ലോ. എല്ലാവർക്കും ആഗ്രഹമുണ്ട് തഹജ്ജുദ് നിസ്കരിക്കണമെന്ന ആഗ്രഹം. പക്ഷെ എന്തേ നമ്മൾക്ക് നിസ്കരിക്കാൻ കഴിയാത്തത്? നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകളും പിഴവുകളുമാണ് തഹജ്ജുദ് നിസ്കാരത്തിൽ നിന്ന് നമ്മെ തടയുന്നത്. നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകളും പിഴവുകളുമാണ് തഹജ്ജുദ് നിസ്കാരത്തിൽ നിന്ന് നമ്മെ തടയുന്നത്. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ നിസ്കരിക്കാൻ കഴിയുന്നില്ല. അതെന്തേ? രാത്രി അലാം വെച്ചാണ് കിടന്നുറങ്ങുന്നത്. 5 മണിക്കാണ് ബാങ്ക് വിളിക്കുന്നതെങ്കിൽ 4:45 തന്നെ ഞാൻ അലാം വെച്ച് കിടന്നുറങ്ങുന്നുണ്ട്, എന്നാലും എനിക്ക് എണീറ്റ് നിസ്കരിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞത്, ഹബസത്ത് കദ്ദുനൂബ്, തഹജ്ജുദ് നിസ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയാതിരിക്കാനുള്ള കാരണം നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്ന തെറ്റുകളും പിഴവുകളുമാണ്. ജീവിതത്തിൽ തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടുന്ന ആളുകൾ, തെറ്റുകൾ ചെയ്തു കൂട്ടുന്ന ആളുകൾ, അവർക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയില്ല. തഹജ്ജുദ് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ പ്രകാശമാണ്. തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ പ്രകാശം അല്ലാഹു നൽകൂല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കണം. രാവിലെ 15 മിനിറ്റ് മുമ്പെങ്കിലും എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം. തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ സുബഹി ബാങ്ക് വരെ സമയമുണ്ട്. ആ സുബഹി ബാങ്ക് വരെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നമ്മൾ ഓതണം. ഇവിടെ മദ്രസ ഇല്ലേ? എത്ര പേരുണ്ട്? +2 വരെ ഉണ്ടോ? ഖുർആൻ ഓതാനൊക്കെ എല്ലാവർക്കും അറിയില്ലേ? ഖുർആൻ ഓതാൻ അറിയാത്ത ആളുകളൊന്നും ഇല്ലല്ലോ. ഉണ്ടോ? എങ്കിലും കുറച്ച് വയസ്സന്മാരുണ്ടാവും. നമുക്ക് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓതണം, പഠിക്കണം. ഓതാൻ അറിയാത്തവർ ഓതാൻ പഠിക്കണം. ഖുർആനിന്റെ ഓരോ ഹർഫിനും 10 ഹസനത്താണ്. പരിശുദ്ധമായ ഖുർആൻ ഓരോ ഹർഫിനും 10 പ്രതിഫലമാണ് അല്ലാഹു നമ്മൾക്ക് നൽകുന്നത്. അതോടൊപ്പം നമ്മുടെ ഹൃദയത്തിന് അല്ലാഹു ശുദ്ധി നൽകുമെന്നും ശരീരത്തിന് അല്ലാഹു ആരോഗ്യം നൽകുമെന്നും മനസ്സിന് അല്ലാഹു കരുത്ത് നൽകുമെന്നും കാണാം. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞാൽ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ഖുർആൻ ഓതേണ്ട സമയമാണത്. എല്ലാവരും വീട്ടിലുള്ള സമയമാണത് അല്ലേ? ളുഹർ നിസ്കാരത്തിന് എല്ലാവരും വീട്ടിലുണ്ടാവൂല. ഉണ്ടാവുമോ? ചില ആള് ജോലിയിലായിരിക്കും, ചില ആള് സ്കൂളിലായിരിക്കും. അസ്ർ നിസ്കാരത്തിനും എല്ലാവരും വീട്ടിലുണ്ടാവൂല, ജോലി സ്ഥലത്തായിരിക്കും.
മഗ്രിബിനും വീട്ടിലുണ്ടാവാൻ സാധ്യതയില്ല, ഇശാഇനും വീട്ടിലുണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ 700ഓളം വീടുകളുണ്ടെങ്കിൽ 700 വീട്ടിലെ ആണുങ്ങളും 100% വീട്ടിലുണ്ടാകുന്ന സമയമാണ് സുബഹി. അല്ലേ? സുബഹിയുടെ സമയത്ത് കട തുറക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കൂലിപ്പണിക്ക് പോകുന്നവരുണ്ടോ? ഏറിപ്പോയാൽ മീൻ പിടിക്കാൻ പോകുന്നവർ സുബഹിയുടെ തൊട്ടുമ്പ് പോവും. അല്ലേ? ആ മീൻ പിടിക്കുന്നവരുണ്ടോ? നാട്ടിലുണ്ടോ? കൊല്ലത്തൊക്കെ കുറേ ഉണ്ട്. കോട്ടയത്തില്ല ഉണ്ടോ? ഇല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സുബഹയുടെ സമയമാകുമ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ നാട്ടിലുണ്ട്. സുബഹയുടെ സമയമാകുമ്പോൾ നാട്ടുകാരെല്ലാം വീട്ടിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എക്സ്ക്യൂസ് പറയാൻ കഴിയില്ല, ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, എനിക്ക് സമയം കിട്ടിയില്ല എന്ന് പറയാൻ കഴിയില്ല. എല്ലാവർക്കും സമയമുണ്ട്. 4:45 4:45 ഉണരാൻ എല്ലാവർക്കും സമയമുണ്ട്. എല്ലാവരും വീട്ടിലാണ്. സുബഹിയുടെ ബാങ്ക് പള്ളിയിൽ നിന്ന് കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് വരേണ്ടതുണ്ട്. 10 വയസ്സിന്റെ മുകളിലുള്ള എല്ലാവരും പള്ളിയിലേക്ക് വരേണ്ടതുണ്ട്. സുബഹി നിസ്കാരത്തിന് പള്ളിയിലേക്ക് വരണം, ജമാഅത്തിന്. മൻ അറാദ അൻ യൽഖല്ലാഹ ഗദൻ മുസ്ലിമാ, ഒരാൾക്ക് മുസ്ലിമായി ഈമാൻ സലാമത്തായി മരണപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ, ഈമാൻ സലാമത്തായി മരണപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ 5 നേരത്തെ നിസ്കാരം പള്ളിയിലേക്ക് വന്ന് നിർവഹിക്കണമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ആഖിബത്ത് നന്നായി നല്ല മരണം ഒരാൾക്ക് മരണപ്പെടണമെന്നുണ്ടെങ്കിൽ, മരണപ്പെടുന്ന സമയത്ത് പുഞ്ചിരിയോടെ, പ്രയാസങ്ങളില്ലാതെ, വേദനയില്ലാതെ, ദുഃഖമില്ലാതെ, സന്തോഷത്തോടെ ഖബർ ജീവിതത്തിലെ സൗകര്യങ്ങൾ കണ്ട്, സ്വർഗീയ സുഖങ്ങൾ കണ്ട് ഒരാൾക്ക് മരണപ്പെടണമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ 5 നേരത്തെ നിസ്കാരം എവിടെ നിന്നാണോ ബാങ്ക് വിളിക്കുന്നത് ആ സ്ഥലത്തേക്ക് ചെന്ന് നിസ്കരിക്കണമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഞാൻ സുബഹിയുടെ സമയം പറഞ്ഞത്. ളുഹറിന് നിങ്ങൾ പുറത്തായിരിക്കും, അസ്റിനും നിങ്ങൾ പുറത്തായിരിക്കും. വീട്ടിലുണ്ടെങ്കിൽ ആ സമയത്തും പള്ളിയിലേക്ക് വരണം. മഗ്രിബിന് ഒരു പക്ഷേ പുറത്തായിരിക്കും, ഇശാഇനും അതുപോലെ വീട്ടിലുണ്ടെങ്കിൽ സമയത്ത് പള്ളിയിൽ വരണം. പക്ഷേ സുബഹിയുടെ സമയത്ത് എല്ലാവരും വീട്ടിലാണ്. ഒരാൾക്കും എക്സ്ക്യൂസ് പറയാനില്ല, ഒരാൾക്കും ഇളവ് പറയാനില്ല. എല്ലാവരും വീട്ടിലുണ്ട്. കൃത്യസമയത്ത് ജമാഅത്തിന് പള്ളിയിലേക്ക് വന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാതെ പരിശുദ്ധമായ ഖുർആൻ ഓതിയാൽ 1 ജുസ് അല്ല 2 ജുസ് വരെ തീർക്കാൻ നമ്മൾക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരോടാണ്, മാറ്റങ്ങൾ വേണമെന്ന് കുതിക്കുന്നവരോടാണ്, നന്നാവണം എന്ന ആഗ്രഹം മനസ്സിലുള്ളവരോടാണ്. അതിനൊന്നും എനിക്ക് കഴിയില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിക്കുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾക്ക് വിട്ടുതരാൻ. നിങ്ങളുടെ ചോയ്സ്, നിങ്ങളുടെ ഇഷ്ടം. നന്നാവണമെന്ന് മനസ്സിലാഗ്രഹമുള്ളവർ, മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലാഹുവിടക്കിടെ ചോദിക്കുന്നുണ്ട്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, അലം യഅനി ലില്ലദീന ആമനൂ, സമയമായിട്ടില്ലയോ? സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് സമയമായിട്ടില്ലയോ? അലം യഅനി, അലം യഅനി എന്ന് പറഞ്ഞാൽ സമയമായിട്ടില്ലേ? ലില്ലദീന ആമനൂ, സത്യവിശ്വാസികളെ നിങ്ങൾക്ക് സമയമായിട്ടില്ലയോ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് നന്നാവാനുള്ള സമയം ആയിട്ടില്ലയോ? അല്ലാഹുവിനെ പേടിച്ച് മാറി ചിന്തിക്കാനുള്ള സമയം ആയിട്ടില്ലയോ? അല്ലാഹുവിനെ പേടിച്ച് പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള സമയമായിട്ടില്ലയോ എന്ന് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ ഇടയ്ക്കിടെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നടങ്കം നമ്മൾ എല്ലാവരും പറയേണ്ടതുണ്ട്, ബലാ യാ റബ്ബ്, അല്ലാഹുവേ, അല്ലാഹുവേ സമയമായിട്ടുണ്ട് റബ്ബേ, ഞാൻ നന്നാവുകയാണ്. ഇന്നത്തെ ഈ വഅലോടുകൂടെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. പരിശുദ്ധ ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. എനിക്ക് നന്നാവണം റബ്ബേ, എനിക്ക് മാറി ചിന്തിക്കണം റബ്ബേ, ആഖിറത്തിലേക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം റബ്ബേ. ഈ
ചെറിയ കാലം 15 വയസ്സ് മുതൽ ഒരു 50 വയസ്സ് വരെ, ഒരു 60 വയസ്സ് വരെ, ഒരു 45 വർഷക്കാലത്തെ ജീവിതത്തിന് വേണ്ടി ആഖിറത്തെ മറന്ന് ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. അല്ലാഹുവേ, എനിക്ക് നന്നാവണമെന്നുള്ള താല്പര്യത്തോടെ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറഞ്ഞതുപോലെ 21 ദിവസക്കാലം തുടർച്ചയായി തഹജ്ജുദ് നിസ്കരിച്ചു നോക്ക്. 21 ദിവസം. സൈക്കാട്രിസ്റ്റ് എങ്ങനെ പറയാ, ഏത് വിഷയവും ജീവിതത്തിൽ ഒരു ഹാബിറ്റായി മാറാൻ, ഒരു ശീലമായി മാറാൻ 21 ദിവസം കണ്ടിന്യൂ തുടർച്ചയായി ചെയ്യണത്ര. 21 ദിവസം ഇടയിൽ ഒരു ഗ്യാപ്പ് വരാൻ പാടില്ല. ഇന്നു മുതൽ നമ്മൾക്ക് തുടങ്ങണം. ഇന്നു മുതൽ നമ്മൾക്ക് തുടങ്ങണം. തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തയ്യാറാവൂലേ? താല്പര്യമുണ്ടോ? അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. ആ താല്പര്യമാണ് ഈമാനിന്റെ കരുത്ത്. അതാണ് ഈമാനിന്റെ ലക്ഷണം. ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. 21 ദിവസം നമ്മൾ ഇന്നു മുതൽ തുടങ്ങുകയാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ. പരിശുദ്ധമായ ഖുർആൻ ഓതാൻ, സുബ്ഹി നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ല. ബറക്കത്തുള്ള സമയമാണത്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങാൻ പാടില്ല. ആകെ കിട്ടുന്ന സമയമാണ് ഉസ്താദ്, അത് നിങ്ങൾ ഉറങ്ങല്ലേ എന്ന് പറയില്ല. സൂര്യൻ ഉദിക്കുന്നത് വരെ ഉറങ്ങുന്ന വീടുകളിൽ അല്ലാഹു ദാരിദ്ര്യം നൽകുമെന്നാണ്. അവരുടെ ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടുമെന്നാണ്. മാനസികമായ ഒരു ആരോഗ്യം അവർക്ക് ലഭിക്കുകയില്ല. ആ വീട്ടിലൊരു ബറക്കത്തുണ്ടാവൂല, സന്തോഷം ഉണ്ടാവൂല, സമ്പത്തിലും ബറക്കത്തുണ്ടാവൂല. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ കിടന്നുറങ്ങുന്ന ഉമ്മമാര് വീട്ടിലുണ്ടെങ്കിൽ ആ വീടുകളിൽ അല്ലാഹുവിന്റെ ബറക്കത്തുണ്ടാവുകയില്ല. പെണ്ണുങ്ങളൊന്നും എന്തായാലും ഉറങ്ങാൻ പാടില്ല. സൂര്യൻ ഉദിച്ചാലേ സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ തസ്ബീഹ് മാല കയ്യിൽ പിടിക്കുക. എന്നിട്ടൊരു 100 സ്വലാത്ത് ചെല്ലാം. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ ഒരു 100 സ്വലാത്ത്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك عليه صلى الله على محمد صلى الله عليه وسلم. നമ്മൾ കരയുന്ന ഏത് സ്വലാത്തായാലും ശരി തസ്ബീഹ് മാല പിടിച്ച് സുബ്ഹി നിസ്കാരം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഇത് കാണാതറിയോ? കാണാതറിയോ? ഇല്ല. സ്ഥിരമായിട്ട് ചെല്ലുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കുറേ ആളുണ്ടല്ലോ, മാഷാ അല്ലാഹ്, ഉഷാറാണല്ലോ, അൽഹംദുലില്ലാഹ്. സ്ഥിരമായിട്ട് ചെല്ലുന്ന പെണ്ണുങ്ങളൊക്കെ എല്ലാവരും സ്ഥിരമായിട്ട് ചെല്ലുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. വലിയ അത്ഭുതമാണ് ഈ ആയത്ത്. ഗർഭിണികളായ ആളുകൾ സ്ഥിരമായി ആയത്തോതിയാൽ സുഖപ്രസവം ഉണ്ടാകുമെന്നാണ്. അതോടൊപ്പം മക്കള് സ്വാലിഹീങ്ങളാകുമെന്നാണ്. ഗർഭിണികളായ ആളുകൾ സുഖപ്രസവം ഉണ്ടാകും. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. അല്ലാഹുവിന്റെ ഹബീബിന്റെ മൗലിദാണ് ഇതിലുള്ളത്. നബി തങ്ങളുടെ മദഹാണ് ഇതിലുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ നിസ്കാരം കഴിഞ്ഞാലും ഇത് ചൊല്ലിയാൽ നല്ലതാണ്. ഓരോ നിസ്കാര ശേഷം കഴിവിന്റെ പരമാവധി ഇത് വർദ്ധിപ്പിക്കുക. അല്ലാഹുവിന്റെ ഹബീബിന്റെ മൗലിദാണ് ഇതിലുള്ളത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ അല്ലാഹു അയച്ചിരിക്കുകയാണ്. നമ്മളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അല്ലാഹു നമ്മളിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. എന്താണ് ആ പ്രവാചകന്റെ പ്രത്യേകത? എന്താണ് ആ പ്രവാചകന്റെ പ്രത്യേകത? അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത് ആ പ്രവാചകന് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുന്നത്, നിങ്ങൾക്ക് പ്രാരാബ്ധങ്ങൾ ഉണ്ടാകുന്നത്, നിങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്, പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വലിയ ബേജാറാണ്. അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങൾക്കുള്ള പ്രയാസം പ്രവാചകനും വലിയ പ്രയാസമാണ്. പ്രവാചകനത് അസഹനീയമാണ്, സഹിക്കാൻ കഴിയില്ല. നിങ്ങൾ കഷ്ടപ്പെടുന്നത് ആ പ്രവാചകന് ഇഷ്ടമല്ല. നമ്മൾ കഷ്ടപ്പെടുന്നത് അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടമല്ല. അസീസുൻ അലൈഹി മാ അനിത്തും. നമ്മൾ കഷ്ടപ്പെടുന്നത്, പ്രയാസപ്പെടുന്നത് അല്ലാഹുവിന്റെ ഹബീബിന് ഇഷ്ടമല്ല.
ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളോട് പ്രത്യേകമായ താല്പര്യമുള്ള ആളാണ് ആ പ്രവാചകൻ. ഹരീസുൻ അലൈക്കും, നിങ്ങളോട് പ്രത്യേകമായ താല്പര്യമുള്ളവരാണ്, നിങ്ങളുടെ കാര്യത്തിൽ തൽപരനാണ്, നിങ്ങളോട് സ്നേഹമുള്ളവരാണ് ആ പ്രവാചകൻ. അസീസുൻ അലൈക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഫഇൻ തവല്ലൗ, നബിയേ എന്നിട്ടും അവർ പിന്തിരിയുകയാണെങ്കിൽ ഫഖുൽ, അവരോട് പറഞ്ഞു കൊടുക്കൂ നബിയേ, ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, എനിക്കെന്റെ റബ്ബ് മതി. ഹസ്ബിയല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. ഹസ്ബിയല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചൊല്ലേണ്ട ദിക്റാണിത്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചൊല്ലേണ്ട ദിക്റാണിത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിയൊരു തീകുണ്ടാരമുണ്ടാക്കി. മുകളിലൂടെ പറന്നു പോകുന്ന പറവകളെല്ലാം അതിന്റെ ചൂടുകൊണ്ട് കരിഞ്ഞു ആ തീയിലേക്ക് വീഴുകയുണ്ടായി. മീറ്ററുകൾക്കപ്പുറത്തു നിന്നാണ് ഒരു മിഞ്ചനീക്ക് ഉപയോഗിച്ച്, ഒരു തേറ്റുവിൽ ഉപയോഗിച്ച് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞത്. അത്രയും സ്ട്രോങ് ആയിരുന്നു. കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീക്കുണ്ടാരത്തിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിച്ചെറിയുകയാണ് നമ്രൂദ് എന്ന് പറയുന്ന ക്രൂരനായ രാജാവ്. ചിരിച്ചു ഇബ്രാഹിം നബി. അള്ളാഹുവിനെ പേടിയുള്ളവർക്ക് എന്ത് തീ, അള്ളാഹുവിനെ പേടിയുള്ളവർക്ക് എന്ത് തീ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, അള്ളാഹു ഞങ്ങളുടെ കൂടെയില്ലേ. അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടായാൽ പിന്നെ എന്താണ് നമ്മൾക്ക് ദുഃഖം, എന്ത് പേടി? ഇവിടെ ഇല്ലേ? അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോ പിന്നെ നമ്മൾക്ക് എന്ത് പേടി? എന്റെ കൂടെ എന്റെ ഫ്രണ്ട് ഉണ്ട്, 4 ആളുകൾ അടിക്കാമെന്ന ഫ്രണ്ട് ഓടി രക്ഷപ്പെടും. പടച്ചോനുണ്ടാകും, എന്ത് പേടി? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് തങ്ങളും സൗർ എന്ന ഗുഹയിൽ ഇരിക്കുകയാണ്. ഉമർക്ക് വന്ന ആളുകളൊക്കെ ആ ഗുഹ കണ്ടിട്ടുണ്ടാവും, കയറിയിട്ടുണ്ടോ? സൗർ എന്ന ഗുഹയിൽ കയറിയ ആളുകൾ നോക്കട്ടെ. എല്ലാറ്റും ഉഷാർ, എല്ലാ മേഖലയിലും ഉണ്ടല്ലോ ആൾക്കാർ. സൗർ എന്ന ഗുഹ ഒരുപാട് കയറിയിട്ട് തുടങ്ങുമ്പോൾ വലിയ ആവേശമായിരിക്കും. പിന്നെ ഇങ്ങനെ നടുവിലൊക്കെ ഒന്ന് കൈ കൊടുത്ത് കുറച്ച് സമയം അവിടെ ഇരുന്ന് പിന്നെ തിരിച്ചിറങ്ങുന്ന ആളോട് ചോദിക്കും, കുറെ ഉണ്ടോ, എത്തിയോ? അങ്ങനെ ഇരുന്ന് നമ്മൾ അവസാനം അവിടെ എത്തും. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ എന്ന ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് മക്കക്കാരായ മുശ്രിക്കീങ്ങൾ അവിടെ എത്തുന്നത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഗുഹാമുഖത്തേക്ക് എത്തുന്നത്. സിദ്ദീഖ് തങ്ങൾ പേടിച്ചു പോയി. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അവരെങ്ങാനും നിങ്ങളെ കണ്ടുപോയാലോ? ഞാൻ മരണത്തെ ഭയക്കുന്നില്ല, പക്ഷേ അങ്ങയെ വധിച്ചാൽ ഇവിടെ ആരാണ് ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം, സിദ്ദീഖേ പേടിക്കേണ്ടതില്ല, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു ശക്തിയെയും നമ്മൾ പേടിക്കേണ്ടതില്ല. അല്ലാഹു കൂടെ ഉണ്ടെങ്കിൽ ഒരു കുഞ്ഞുമോനും പേടിക്കേണ്ട. വെടിവെച്ചവരെ കൊള്ളൂല, വെടിവെച്ചവരെ കൊള്ളൂല. അല്ലാഹു കൂടെ ഉണ്ടെങ്കിൽ. അല്ലാഹുവിനെ കൂടെ നിർത്താനുള്ള ആയത്താണിത്. മനസ്സിലായോ? അല്ലാഹുവിനെ കൂടെ നിർത്താനുള്ള ആയത്താണിത്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, സിദ്ദീഖേ, അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ പേടിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഗുഹാമുഖത്തേക്ക് എത്തി. നബി തങ്ങളുടെ ഗുഹയിലേക്ക് നോക്കി. എന്നിട്ടും അല്ലാഹുവിന്റെ ഹബീബിനെ കാണാതെ മുശ്രിക്കീങ്ങൾ തിരിച്ചു പോവുകയാണ്. ഓഫർ എന്തെന്നറിയോ? 100 ബെൻസ്, 100 മെഴ്സിഡീസ് ബെൻസ് ഓഫർ. എന്ത്? നബി തങ്ങളുടെ തലയെടുത്താല് എസ് ക്ലാസ് ബെൻസിന് എത്ര പൈസയാണ്? 2 കോടിയോ 3 കോടിയോ? എത്ര? എസ് ക്ലാസ് ബെൻസ് എന്ന് പറഞ്ഞാൽ 3 കോടിയായി അല്ലേ? നാട്ടിലുണ്ടോ? 2 കോടിയാ? 2 കോടി. നിങ്ങളുടെ നാട്ടിലുണ്ടോ? ആരെങ്കിലും ഉണ്ടാ? വാങ്ങാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടാ?
ഉണ്ടെന്ന് പറഞ്ഞോളി, നമുക്ക് ദുആ ചെയ്യാം. ജീവിതത്തിൽ ചാൻസ് കിട്ടിയാൽ രക്ഷപ്പെട്ടില്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവർക്കും ഓരോന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്. ഒന്ന് ചിരിക്കുന്നേ. ആമീൻ പറഞ്ഞോളൂ. കിട്ടിയാ കിട്ടിയില്ലേ? അങ്ങനെ കിട്ടിയാ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആമീൻ പറഞ്ഞാലൊന്നും കിട്ടൂലേ? കിട്ടും എന്നുള്ള വിശ്വാസത്തോടെ ആമീൻ പറഞ്ഞോളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പൊ ഉഷാറായി. അപ്പോ ഏറ്റവും നല്ല മുന്തിയ വാഹനമാണെന്ന് ചുവന്ന ഒട്ടകം എന്ന് പറയുന്നത് ഏറ്റവും മുന്തിയ വാഹനമാണ്. 100 ഒട്ടകം തരാം, നബിയുടെ തലയെടുക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നത്തെ ഒട്ടകം, ഇന്നത്തെ ബെൻസ് ഏറ്റവും നല്ല വാഹനമാണ്. ഉദാഹരണം പറഞ്ഞു. അപ്പൊ നമ്മളങ്ങനെ എടുക്കൂലേ? ചാൻസ് അല്ലേ? ഉദാഹരണം പറയാൻ, നിങ്ങൾ ഇന്നാലെന്ന വ്യക്തിയുടെ തലയെടുത്താൽ നിങ്ങൾക്ക് 100 വേണ്ട, ഒരു സ്വിഫ്റ്റ് കാർ തരാന്ന് പറഞ്ഞാൽ അവരെ തലയെടുക്കാനിട 100 കണക്കിന് ആളുണ്ടാവും. സ്വിഫ്റ്റും വേണ്ട, ഒരു 10,000 രൂപയ്ക്ക് വരെ തലയെടുക്കുന്ന കാലമാണ്. പൈസ ഒന്നും വേണ്ട, കാമുകന്മാർക്ക് വേണ്ടി കഴുത്തെടുക്കുന്ന കാലമാണ്. സ്വന്തം ഭാര്യമാര് അല്ലേ? കിടന്നുറങ്ങുന്ന ഭർത്താവിന് വിഷം കൊടുത്തിട്ട് കഴുത്തെറുക്കുക, കഷ്ണാക്കുക, എന്നിട്ട് പാക്ക് ചെയ്യുക, എന്നിട്ട് 4-5 പുഴകളിൽ, ഒരു പുഴയിൽ ഒരു ഭാഗം, ഒരു പുഴയിൽ അടുത്ത ഭാഗം, ഇങ്ങനെയൊക്കെ വലിച്ചെറിയുന്ന കാലമാണ്. അല്ലാഹു നമുക്കാക്കട്ടെ. പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങളുണ്ട്. ഷാറന്നെയാണ്. സ്വന്തം ഭാര്യമാരെ വധിക്കുന്ന ആണുങ്ങളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. രണ്ടാളും പൈസ രണ്ടാളും കണക്കന്നെയാണ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ, അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾക്ക് പേടിക്കാനില്ല എന്നാണ്. അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾക്ക് പേടിക്കാനില്ല. അതാണ് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്, പേടിക്കേണ്ട. ആ ഒരു വാക്കാണ് ഇവിടെ ശക്തി കിട്ടിയത്, ആ ഒരു വാക്കാണ് ഇവിടെ കരുത്തു കിട്ടിയത്. മക്കക്കാരായ മുശ്രിക്കീങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ കാണാതെ അവർ ആ ഗുഹയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. എത്ര കാരണം കാരി ലക്ഷ്യസ്ഥാനത്തെത്തി. കാലിന്റെ കീഴിലുണ്ട് നമ്മൾ ഉദ്ദേശിച്ച വ്യക്തി, എന്നിട്ടും കാണാതെ അവർ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. അതാണ് അല്ലാഹു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ശക്തി. അതാണ് അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. വെടിവെച്ച അവരെ കൊള്ളൂല എന്ന് പറഞ്ഞതാണ്. കൊള്ളൂല, വെടിവെച്ചാലും കൊള്ളൂല. അങ്ങനെ ഒരു കരുത്തുള്ള ആയുധമാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. നബിയെ, അവർ പിന്തിരിഞ്ഞാൽ എന്നിട്ടും അവരനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഫഖുൽ, നിങ്ങൾ പറയണം, ഹസ്ബിയല്ലാഹ്, ഹസ്ബുനല്ലാഹ്. അതാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ പറഞ്ഞത്, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. അല്ലാഹുവേ, ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്, എനിക്ക് നീ മതി റബ്ബേ, എനിക്ക് നീ മതി റബ്ബേ, എന്റെ കൂടെ നീയുണ്ട് റബ്ബേ, ഞാൻ ആരെയാണ് പേടിക്കേണ്ടത് റബ്ബേ എന്ന് പറഞ്ഞിട്ടാണ് തീയിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചാടിയത്. അപ്പോഴേക്കും ആ തീ കുണ്ടാരം ഒരു എയർ കണ്ടീഷനായി മാറി, തീ AC ആയി മാറി. അത്ഭുതമല്ലേ? അല്ലേ? മുകളിലൂടെ പറന്ന പറവകൾ കരിഞ്ഞു വീണു. മീറ്ററുകൾക്ക് അപ്പുറത്തു നിന്ന് തേറ്റുവില്ലുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അങ്ങോട്ട് ചാടിച്ചു. അഥവാ അത്ര അടുത്ത് വരെ പോകാൻ പറ്റൂല. ആ തീയിനുള്ളിലാണ് ഇങ്ങനെ കുപ്പായ ഇട്ടിട്ട് ഇങ്ങനെ കയ്യും കെട്ടി നിന്നത്, ആ തീയിനുള്ളിൽ. എന്തുകൊണ്ട്? ഇന്നല്ലാഹ മഅനാ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമ്മൾക്കൊരു ശക്തിയെയും പേടിക്കാനില്ല. അതല്ലയോ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം ഓക്സിജൻ ഇല്ലാതെ കടലിന്റെ ആഴങ്ങളിൽ മത്സ്യത്തിന്റെ വയറ്റിൽ 40 ദിവസം കിടന്നത്. ഒരു ദിവസം കിടക്കാൻ കഴിയും നിങ്ങൾക്ക്? ഒരു ദിവസം നിങ്ങൾക്ക് കിടക്കാൻ കഴിയുമോ? ഹസ്ബുനല്ലാഹ്, അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഏത് ശത്രുവും നമ്മുടെ മുമ്പിൽ ഒന്നുമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു കൂടെ ഉണ്ടെങ്കിൽ ഒരു ശത്രുവും നമ്മുടെ മുമ്പിൽ ഒന്നുമല്ല. 100 കണക്കിന് ആളുകൾ നമ്മെ ആക്രമിക്കാൻ ഒരുമിച്ച് കൂടിയാലും അല്ലാഹു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഒരു ശത്രുവിന് നമ്മുടെ രോമത്തെ തൊടാൻ കഴിയില്ല. അല്ലാഹു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്ന് പറയേണ്ട താമസം. ആളിക്കത്തുന്ന തീജ്വാലകൾ മനോഹരമായ അന്തരീക്ഷമായി മാറി.
നമ്മുടെ വീട്ടിൽ എയർ കണ്ടീഷൻ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണോ വീടിന്റെ അന്തരീക്ഷം, അതേപോലെ ചൂടുമല്ല തണുപ്പുമല്ല, അതിന്റെ മധ്യത്തിലുള്ള നല്ലൊരു ആശ്വാസം നൽകുന്ന അന്തരീക്ഷമായി ആ തീ മാറിയത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്നുള്ള മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കരുത്തുറ്റ ദിക്റാൻ. അതാണ് ഈ ആയത്ത് ഫഖുൽ ഹസ്ബിയല്ലാഹ്. നബിയെ, എന്നിട്ടും അവർ പിന്തിരിഞ്ഞാൽ നിങ്ങൾ പറയൂ നബിയെ, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് പറയൂ നബിയെ. ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് പറയൂ നബിയെ. അല്ലാഹു ഏകനായ ഇലാഹാണെന്ന് പറയൂ നബിയെ. അലൈഹി തവക്കൽതു, ആ അല്ലാഹുവിലേക്ക് ഞാൻ എന്നെ ബരമേൽപ്പിച്ചിരിക്കുകയാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ആ അല്ലാഹുവിലേക്ക് ഞാൻ എന്നെ ബരമേൽപ്പിച്ചിരിക്കുകയാണ്. കേൾക്കണേ, ചെവി തുറന്ന് കേൾക്കണേ. ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയുകയാണ്, ആരെങ്കിലും അല്ലാഹുവിനെ ബലമേൽപ്പിച്ചാൽ, ഏത് വിഷയമാണെങ്കിലും ശരി, അല്ലാഹുവിനെ ബലമേൽപ്പിച്ചാൽ അവനെ സഹായിക്കാൻ അല്ലാഹു ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. വീടെടുക്കാൻ ഉദ്ദേശിക്കുകയാണ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, പൂർത്തീകരിക്കാൻ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. വണ്ടിയിൽ കയറുന്നുണ്ട്, യാത്ര ചെയ്യുന്നുണ്ട്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, നിങ്ങളുടെ ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ നിരന്തരമായി ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട ഒരു ആയുധമാണ്, കൂടെ കരുതേണ്ട ഒരു ആയുധമാണ്. വാൾ വേണ്ട, തോക്ക് വേണ്ട, റിവോൾവർ വേണ്ട, ഒന്നും വേണ്ട. ഈ ഒരു ആയുധം കൂടെ പിടിക്കാം. എന്നുവെച്ചാൽ എല്ലാവരും ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ ചെല്ല്, ഉറക്കെ ചെല്ല്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എന്താണ് അതിന്റെ അർത്ഥം? ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹുവിനെ മതി. അല്ലാഹുവേ, എനിക്ക് നിന്നെ മതി റബ്ബേ, എനിക്ക് അല്ലാഹുവിനെ മതി. വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും യോഗ്യനും അർഹനും നീയാണ് റബ്ബേ. എന്റെ വിഷയം ഏൽപ്പിക്കാൻ യോഗ്യൻ നീ തന്നെയാണ് റബ്ബേ. വണ്ടിയിൽ കയറുകയാണ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് പറഞ്ഞ് കയറിയാൽ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് കയറിയാൽ, തിരിച്ചു വരുന്നത് വരെ അല്ലാഹുവിന്റെ സംരക്ഷണത്തിലാണ് നിങ്ങൾ. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്നിങ്ങനെയുള്ള ദിക്ർ ചൊല്ലി നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ തിരിച്ചു വരുന്നത് വരെ അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാവും, അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും, സംരക്ഷണം ഉണ്ടാകും. വണ്ടി ആക്സിഡന്റിൽ പെടൂല, വണ്ടി അപകടത്തിൽ പെടൂല. അപ്പൊ വേണം, വേണ്ടേ, ഒരു പ്രൊട്ടക്ഷൻ വേണ്ടേ, പ്രൊട്ടക്ഷൻ വേണ്ടേ. പോലീസിന്റെ EZ കാറ്റഗറിയിലുള്ള സുരക്ഷയ്ക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ബേനസീർ ഭുട്ടോ എങ്ങനെ മരിച്ചത്? പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി അല്ലേ? ഇന്ദിരാഗാന്ധി എങ്ങനെ മരിച്ചത്? ബ്ലാക്ക് കാറ്റിലായിട്ടാണോ, പട്ടാളക്കാരിലായിട്ടാണോ, പോലീസുകാരിലായിട്ടാണോ? അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. പട്ടാളക്കാർക്കും പോലീസുകാർക്കും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഒരാൾ വിചാരിച്ചാൽ മറ്റൊരാളെ പുഷ്പം പോലെ എന്ത് ചെയ്യാൻ പറ്റും? തകർക്കാനും പറ്റും, ഇല്ലായ്മ ചെയ്യാനും പറ്റും. പക്ഷെ നമ്മുടെ കരുത്ത് അല്ലാഹുവാണ്, നമ്മുടെ കരുത്ത് അല്ലാഹുവാണ്. പടച്ച റബ്ബിനെ ഏൽപ്പിച്ചാൽ ഒരു മനുഷ്യനും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഒരു വിശ്വാസം മനസ്സിൽ വെച്ചു എല്ലാവരും, പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാവരും ഈ ഒരു വിശ്വാസം മനസ്സിൽ വെച്ചു.